അരയിൽ ചേർത്ത് നാവിൽ നിറച്ച് കുട്ടിക്കലവില. എരിവോടെയും പുളിവോടെയും ഉപ്പിൽ നുള്ളി തമ്മിൽ തല്ലി കുട്ടിക്കടുമണി. നാടൻ കറിയും നാടൻ രുചിയും നാവിൽ നിറയും ചൂടോടെ. കുട്ടിക്കളിയും കുട്ടിക്കൊതിയും കുട്ടിക്കൈയുടെ കൈപുണ്യവും. തക്കാളി അരിഞ്ഞിട്ട് വെള്ളരി മുറിച്ചിട്ട് നാരങ്ങ പിഴിഞ്ഞിട്ട് സലാഡ് മൊത്തണ്ടാക്കിയാണ്. പൂവൻ പഴവും പഞ്ചസാരയും ചേർത്ത് അച്ചിയ പഴൊഴിച്ച് ഷാജാഷി കൊന്നുണ്ടാക്കി. ഉള്ളി ചതച്ചരച്ച് വേപ്പില മല്ലി ചേർത്ത് ഉപ്പും മുളകും ഇട്ട് കോഴിക്കറിയുണ്ടാക്കി. കുട്ടിക്കലവറ. 20 ഇടിവെട്ട് കാന്താരികൾ. കുട്ടിക്കുറുമ്പിൽ ഗവേഷണം നടത്തുന്ന 20 ഇടിവെട്ട് കാന്താരികൾ. 20 ഇടിവെട്ട് കാന്താരികളുടെ ഇടികൊള്ളാൻ 10 അമ്മമാർ. ഞാൻ കരഞ്ഞു കളയും ഇനി. പൊളിച്ചടുക്കിയും മടിച്ചു പൊളിച്ചും കുട്ടിപ്പടയുടെ പടയോട്ടം. തല്ലിപ്പിരിഞ്ഞും കൊഞ്ചിക്കുഴഞ്ഞും കുട്ടിക്കുറുമ്പോടെ കുട്ടിപ്പുലികൾ. ഇവിടെ വന്നിട്ട് എത്ര ഫ്രണ്ട്സിനെയാണ് നമുക്ക് കിട്ടിയത്. പാചകക്കലയിലെ കുലപതികളെ പോലും പറപ്പിച്ച പാചക വിസ്മയത്തോടെ കുഞ്ഞിളം കൈകളിൽ കൈപുണ്യത്തിന്റെ കുടമാറ്റം. ദിയക്കുട്ടിക്ക് സിനിമകളൊക്കെ ഒരുപാട് ഇഷ്ടമാണോ? റിംഗ് മാസ്റ്ററിൽ ആദ്യൊരു കോമഡി ഉണ്ടായിരുന്നില്ലേ? ആ, കോമഡി ഉണ്ടായിരുന്നു. പറയട്ടെ. നായ കടിക്കാൻ വന്നു. നമസ്കാരം, സ്വാഗതം കുട്ടിക്കലവറയിലേക്ക്. ദിവസം ചെല്ലുന്തോറും കുട്ടിക്കലവറയിലെ വിശേഷങ്ങൾ കൂടുതൽ രസകരമായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ കുട്ടിക്കലവറയിലും കുറേ കൗതുകകരമായ വർത്തമാനങ്ങളും വിശേഷങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഒരിക്കൽ കൂടി സ്വാഗതം കുട്ടിക്കലവറയിലേക്ക്. ഏഷ്യാനെറ്റിലെ ഹിറ്റ് പരമ്പരയായ കല്യാണ സൗഗന്ധികത്തിലൂടെ നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരിയായ നീതു ആണ് ഇനി നമ്മളോടൊപ്പം ചേരുന്നത്. ലെറ്റ്സ് വെൽക്കം നീതു. വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഹലോ സർ. ഹലോ മാഡം. ഹലോ. വെൽക്കം നീതു. നീതുവിനെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യത്തെ ഒരു റിയാലിറ്റി ഷോയാണ്. അതെ, ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്നത്. അതും ഒരു ഡബിൾ ധമാക്കയാണ്. 2 ടാസ്ക് ആണ് ഫസ്റ്റ് ഒന്ന് റിയാലിറ്റി ഷോ ആയിട്ട് ട്യൂൺഡ് ആവുന്നതിന് മുമ്പ് തന്നെ വലിയ 2 റെസ്പോൺസിബിലിറ്റിയും കൂടെ വന്നിട്ടുണ്ട്. അതെ അതെ അതെ, ഇവരെ കൺട്രോൾ ചെയ്യണം, പിന്നെ ഇവര് എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളൊരു ടെൻഷൻ. പക്ഷെ കുഴപ്പമില്ല, ഇവർ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടെന്നാണ് എന്റെ വിശ്വാസം. വിശേഷമൊക്കെ കേക്കട്ടെ. ഇതാരാണ് ഈ ഓറഞ്ച് ഇലക്കമ്മൽ? ഞാൻ ആദ്യമായിട്ട് ഓറഞ്ച് ഇല കാണുന്നത്. ഗ്രീൻ ലീവ്സ് ഒക്കെ കണ്ടിട്ടുണ്ട് അല്ലേ? ഇതാരും ഈ ഗ്രീൻ ലീവ്സിന് പകരം ഓറഞ്ച് ലീവ്സ് കമ്മലൊക്കെ വാങ്ങിച്ചു തന്നെ? പേരമ്മയാണോ? പെരമ്മ വന്നിട്ടുണ്ടോ ഇവിടെ? എവിടെ ആണോ? ഇവിടെ നിന്ന് സംഘടിപ്പിച്ചു ഗ്രീൻ ലീവ്സ് ചോദിച്ചു വാങ്ങിച്ചാണോ ഈ ഓറഞ്ച് ലീവ്സ് കമ്മലൊക്കെ? മാച്ചിങ് രോഹൻ കളർഫുൾ ആയിക്കോട്ടെ. അതാണ്, കളർഫുൾ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട്. ചേച്ചി എന്തൊക്കെയാ പഠിപ്പിച്ചു തന്നെ ടാസ്കിന് വേണ്ടിട്ട്? ഡബിൾ ബുൾസൈ പഠിപ്പിച്ചിട്ടുണ്ട്, പിന്നെ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്, പിന്നെ ദോശ ഉണ്ടാക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതല്ലാണ്ട് നേരത്തെ അറിയാൻ ഇതൊക്കെ ചെയ്തിട്ടുണ്ടോ വീട്ടില്? വീട്ടില് അമ്മനെ സഹായിക്കും. അതിങ്ങനെ കണ്ടുപിടിക്കാണോ ചെയ്തേ? സഹായിക്കും, കാണും, എല്ലാം കഴിക്കാൻ പോകുമ്പോൾ കണ്ടുപിടിക്കുമായിരിക്കും. ഏത് സ്കൂളിലാണ് പഠിക്കുന്ന രോഹൻ? ഗ്ലോബൽ പബ്ലിക് സ്കൂൾ. ഗ്ലോബൽ പബ്ലിക് സ്കൂൾ. അവിടെ നിങ്ങൾക്ക് കുക്കിംഗ് സബ്ജക്റ്റ് ആണോ? കുക്കിംഗ് ഹോം സയൻസ് ഒരു സബ്ജക്റ്റാ. ഹോം സയൻസിൽ നമ്മൾ കുക്ക് ചെയ്യാറുണ്ട് ചിലപ്പം. അവിടെ എന്തൊക്കെയാ പഠിപ്പിക്കാറ്? ഇതൊക്കെ തന്നെയാണോ പഠിപ്പിച്ചിട്ടുള്ളത്? ഫ്രൂട്ട് സാലഡ് പഠിപ്പിച്ചിട്ടുണ്ട്, ചപ്പാത്തി ഉണ്ടാക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്, അതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. പറഞ്ഞോ ടീച്ചേഴ്സിന്റെ ഇടയ്ക്ക് ഫ്രണ്ട്സിന്റെ ഇടയ്ക്ക് ഞാൻ കുക്കിംഗ് റിയാലിറ്റി ഷോയ്ക്ക് പോവാന്നൊക്കെ ഉള്ളത്? പറഞ്ഞിട്ടില്ല. സീക്രട്ട് ആണോ? അപ്പൊ ഇപ്പൊ അവരൊക്കെ കാണുന്നുണ്ടെങ്കിലോ? ഇപ്പം കാണുമായിരിക്കും. അറിഞ്ഞോട്ടെ. അങ്ങനെയാണ്. രോഹൻ, ആരൊക്കെയാ വന്നിട്ടില്ല ഇന്ന് രോഹന്റെ കൂടെ ഇവിടെ? അച്ഛനും അമ്മ. അച്ഛനും അമ്മയും വന്നിട്ടുണ്ട് ഇവിടെ. പേര് പറഞ്ഞ് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരണ്ടേ? അച്ഛൻ മാത്യു, അമ്മ സോമ. അമ്മ ശോഭ. സോമ. ഷോമ. സോമ. ഓക്കെ, അതെന്താ അങ്ങനെ പേര്? ഷോമ
Sounds like a Bengali. Yes, I'm from Bengal. I'm basically a Bengali. Okay. But yes, I'm in Kerala because of my husband who is a Malayali. So it's a great combination. Bengali plus Malayali is and undisputably the best combination. Thank you. Malayalam അറിയോ madam? I have learned Malayalam and whenever I'm forced to speak, I do speak. Okay. But generally I prefer not to. No, okay. So whenever you want to scold him, which language would you prefer? My son actually is fluent in 4 languages. He speaks Bengali, Malayalam, Hindi and English very fluently. Oh, great. So there is no barrier in language at home. So we that's speak nice. in all the languages. Oh, that's nice. That's nice. Sir, എങ്ങനെയാണ് വീട്ടിൽ കുക്കിംഗ് ഇൻട്രസ്റ്റ് ഒക്കെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരാളാണോ അതോ ആക്ച്വലി കഴിഞ്ഞ ഒരു വർഷം മുമ്പ് സോമ ഹാഡ് ടു ഗോ ഫോർ അബ്രോഡ് ഒരു 3 മാസം സോമ ഇല്ലായിരുന്നു അന്നേരം ഞാനും റോഹനായിരുന്നു കുക്ക് ചെയ്തുകൊണ്ട് ആൻഡ് ഹി വാസ് വെരി കീൻ കുക്കിങ്ങിന് വേണ്ടി എപ്പോൾ നോക്കിയാലും പപ്പാനെ ഹെൽപ്പ് ചെയ്യണം കുക്ക് ചെയ്യണം സോ കുക്കിങ്ങിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. മോളെ സ്കൂളിലാണ് പഠിക്കുന്നത്? മേരിമുണ്ട. എവിടെയാ അത്? ഏറ്റുമാനൂര. ഓക്കെ. അവിടെ പറഞ്ഞു എല്ലാവരുടെ അടുക്കും ഫ്രണ്ട്സിന്റെ അടുക്കൊക്കെ പോകുന്നുണ്ടെന്നുള്ളത്? ഇല്ല. നിങ്ങളുടെ ഇത് ഭയങ്കര സീക്രട്ട് ആക്കി വെച്ചേക്കാ? സർപ്രൈസ് ആക്കി വെച്ചേക്കാ. സർപ്രൈസ് ഫാക്ടറാണ്. ഇപ്പൊ ഇന്നിപ്പോ കാണുമ്പോഴാണ് എല്ലാവരും ഇതാവണം. നാളെ എല്ലാവരും ഒക്കെ എന്തായി വിശേഷങ്ങൾ ചോദിക്കായിരിക്കും അല്ലേ സ്കൂളിൽ വരുമ്പോഴത്തേക്കും? വീട്ടിലുണ്ടാക്കാറുണ്ടോ ഭക്ഷണമൊക്കെ? അമ്മ സമ്മതിക്കാറുണ്ടോ? കൈ പൊള്ളും, കത്തിയെടുത്ത കൈ മുറി എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാറുണ്ടോ? പേടിപ്പിക്കാറില്ല. ഇവിടെ അമ്മ വന്നിട്ടുണ്ടോ അതോ പേരമ്മ മാത്രമേ വന്നിട്ടുള്ളൂ? എങ്ങനെയാ വീട്ടിൽ കുക്കിംഗ് ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണോ? എന്താ പറയാറുള്ള സിസ്റ്റർ? അത്യാവശ്യമൊക്കെ കണ്ടു ചെയ്യാറും ചോദിക്കാറും ഒക്കെ ഉണ്ട്. ആണോ? പിന്നെ ലൈം ജ്യൂസ് ഒക്കെ ഉണ്ടാക്കി അച്ചാമ്മയ്ക്കും ഞങ്ങൾക്കൊക്കെ ഉണ്ടാക്കി തരും. നല്ലതാണോ എന്ന് ചോദിക്കും. ആഹാ. എല്ലാവർക്കും കൊടുത്തു തന്നെയാണ് നല്ലത്. എങ്ങനെയുണ്ടായിരുന്നു നീത്തു? ഇവരെങ്ങനെയാണ് ഇവരുടെ അടുക്കത് നീത്തു പഠിക്കുന്ന പ്രോസസ് ആയിരുന്നു ഉണ്ടായിരുന്നത്? ഞാൻ ആദ്യം വിചാരിച്ചു പിള്ളേർ ആദ്യം കുറച്ച് സൈലന്റ് ആയിരുന്നു. പിന്നെ പക്ഷെ ഇവര് റോഹൻ കുറച്ച് ചിരിക്കത്തില്ല. അപ്പൊ ഞാൻ എപ്പോഴും നല്ല ചക്കര ചിരി എന്നിട്ടാണ് ഒട്ടും ചിരിക്കത്തില്ല. അപ്പൊ ഞാൻ പറയാം റോഹൻ ചിരിക്ക, നീ നന്നായിട്ട് ചിരിക്കണം, നീ ചിരിക്കാതിരിക്കില്ല. പക്ഷെ ദേവനന്ദ കുഴപ്പമില്ല. പക്ഷെ റോഹൻ ഇപ്പൊ നന്നായിട്ട് സംസാരിക്കാറുണ്ട് ഇല്ലേ? ഞാൻ കേട്ടോണ്ടിരിക്കല്ലേ ഗ്യാരണ്ടി. ടാസ്ക് ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഗൈഡ് ലൈൻസ് കൊടുക്കേണ്ടി വന്നോ അതോ ഇവർ ഓൾറെഡി സെറ്റ് ആയിരുന്നു? ഇല്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും അവര് ചെയ്യുന്ന അത്രയല്ലേ വരുള്ളൂ. പക്ഷെ ടാസ്ക് ഒക്കെ നന്നായിട്ട് ചെയ്തു എന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം, നിങ്ങളുടെ ഇതുവരെയുള്ള ജേർണി. ഓക്കെ, അപ്പൊ അങ്ങോട്ടേക്ക് നമ്മുടെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. ശരിക്കും വലിയ ഹോട്ടലല്ലേ? നമുക്ക് നോക്കാം നമ്മുടെ റൂം ഏതാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ റൂം. കൊള്ളാം. നോക്കട്ടെ, കണ്ട കൊള്ളാമോ? ബെഡൊക്കെ നോക്കണോ? കൊള്ളാവോ? നമുക്ക് 3 കൂടെ കിടക്കാൻ പറ്റുമോ ബെഡില്? കിടക്കാൻ പറ്റുക? അതോ വിഷമമാണോ വീട്ടുകാരെല്ലാം കൂടി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കൂടെ നിൽക്കുന്നോണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലേ? കുറെ ദിവസം അവരെയൊക്കെ മറന്നു കളയാതെ ഇല്ലേ? നിങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഷോയിൽ പങ്കെടുക്കുന്നത്? അല്ല, ഞാൻ ഈ അമൃത ടിവിയില് മലയാളി ദർബാറില്ലേ അതില് പാർട്ടിസിപ്പേറ്റ് ചെയ്തോ? ഓക്കെ. മോനോ? എന്റെ ആദ്യത്തെ പ്രാവശ്യമാണോ? അപ്പൊ ശരിക്കും ടെൻഷൻ ഉണ്ടോ? എന്ത് സംഭവിച്ചു? പിന്നെ ഞാൻ ഒരു ഫാഷൻ ഷോ 2 ഫാഷൻ ഷോയ്ക്ക് ചേർന്നു. ഫാഷൻ ഷോയ്ക്ക് ചേർന്നോ? കൊള്ളാലോ. 2 പേടിയുണ്ടാ? എന്തായി തീരും, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എനിക്ക് അതിന് ചേരുന്നതിന് മുമ്പ് പേടിയുണ്ടായിരുന്നു. ഇപ്പൊ അധികം പേടിയില്ല. ആണോ? ക്ലോസ് ആയോ എന്നോട്? ക്ലോസ് ആയോ? ചേച്ചിനെ ഇഷ്ടപ്പെട്ടാ? വെറുതെ എനിക്ക് ഇഷ്ടപ്പെട്ടാ? എന്ത് ചെയ്യുന്ന ഇഷ്ടം? റൂമിൽ ഇരുന്നിട്ട് എനിക്ക് അങ്ങനൊന്നുമില്ല. ഗെയിംസ് ഒക്കെ കളിക്കുന്ന ഇഷ്ടമാണോ? ഇഷ്ടമാണോ? എങ്ങനെയുള്ള ഗെയിംസ് ആണ് നിങ്ങൾക്ക് ഇഷ്ടം? എനിക്ക് എന്താ ഈ സ്നേക്കാലാറ് ഇരുന്ന് കളിക്കുന്നത് ഇഷ്ടം. ഇരുന്ന് കളിക്കുന്ന ഗെയിംസാ ഇഷ്ടം. മോനോ? ഇരുന്ന് കളിക്കുന്ന ഇഷ്ടമാണോ? അല്ല, പിന്നെ ബെഡിലോട്ട ഓടി നടന്ന് അടിച്ച് കളിക്കുന്ന ഗെയിം ഇഷ്ടമാണോ? മോള് ഫാഷൻ ഷോയുടെ കാര്യം പറഞ്ഞില്ലേ? നമുക്ക് അഭിനയിക്കാൻ ഇഷ്ടമാണോ?
അഭിനയിക്കാൻ എനിക്കിഷ്ടം. ഒത്തിരി ഇഷ്ടമാണോ? അപ്പൊ ഒരു ചാൻസ് കിട്ടിയാ അഭിനയിക്കുമോ? ആരോട് അഭിനയിക്കാൻ ഇഷ്ടം? എനിക്ക് ആ നടൻ്റെ കൂടെ അഭിനയിക്കണം എന്നൊരാഗ്രഹം ഉണ്ടാവത്തില്ലേ? ചില നടന്മാരെ കാണും, പൃഥ്വിരാജ്, ദിലീപ്. അങ്ങനെ ആരെ ഇഷ്ടം? എനിക്ക് ദിലീപിനെ ഇഷ്ടം. മോൻ എങ്ങനെയാ? മോൻ ഇഷ്ടമുള്ള നടിയേരാ? ഹീറോയിനോ? ഹീറോയിൻ പറയാം, ഹീറോ പറയാം. ഹീറോയിനെ ഇഷ്ടമല്ലേ? പെണ്ണുങ്ങളെ ഇഷ്ടമല്ലേ? അതെന്താ? അപ്പൊ ചേച്ചിനെ ഇഷ്ടമല്ലേ? ചേച്ചിനെ ഇഷ്ടം. അതെന്താ? ഇപ്പൊ സിനിമ കാണുമ്പോ നമുക്ക് ചിലരോടൊക്കെ ഒരു ഇഷ്ടം തോന്നത്തില്ലേ? അങ്ങനെ ആരും ഇഷ്ടം? ക്ലോസ് ആയി. വേറെ ഹീറോയിൻ്റെ കൂടെ ക്ലോസ് അല്ല. ക്ലോസ് ആവണ്ട, വെറുതെ ഇഷ്ടം പറയാലോ. ഇപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട നടി അതാണ്, അല്ലെങ്കിൽ അങ്ങനെ തോന്നുമല്ലോ. അങ്ങനെ ആരും ഇഷ്ടമല്ലേ? അത്ര മലയാളം മൂവിയൊക്കെ കാണാറില്ല. പിന്നെന്താ കാണുന്നത്? കാർട്ടൂണൊക്കെ ഡിസ്കവറി ചാനൽ. വെരി ഗുഡ്. ദിയ ചേച്ചി ഹായ്, നമസ്കാരം. ഞാനേ എന്നോടേ ദിയക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞു. ഒന്ന് പറഞ്ഞേ. അങ്കിള് റിംഗ് മാസ്റ്ററിൽ കണ്ടിട്ടുണ്ട്. റിംഗ് മാസ്റ്ററിൽ അങ്കിളിനെ കണ്ടിട്ടുണ്ടോ? ആഹാ. പട്ടിയാണോ ഇഷ്ടപ്പെട്ട അങ്കിളിനെയാണോ ഇഷ്ടപ്പെട്ടത്? എന്നിട്ട് ദിലീപിന് ഒരു ഇത് കൊടുത്തില്ലേ, എന്ത് ഒരു ബോക്സ്. ആണോ? ദിയക്കുട്ടിക്ക് സിനിമകളൊക്കെ ഒരുപാട് ഇഷ്ടമാണോ? റിംഗ് മാസ്റ്ററിൽ ആദ്യം ഒരു കോമഡി ഉണ്ടായിരുന്നില്ലേ? കോമഡി ഉണ്ടായിരുന്നു. പറയട്ടെ. നായ കടിക്കാൻ വന്നു. ദിലീപ് പറഞ്ഞു ശുക്ല അമ്പലം. ദിലീപ് അങ്കിള് പറഞ്ഞു ഇങ്ങനെ പ്രാർത്ഥിക്കുകയായിരുന്നു, ഇങ്ങനെ ശുക്ല അമ്പലം. അപ്പൊ നായ കടിക്കാൻ വന്നപ്പോ ശശി പറഞ്ഞു, ഈ ദിലീപ് അങ്കിള് നായികയായിട്ട് വിളിച്ച അഭിനയിക്കാൻ പോവോ അതോ ഇല്ല എന്ന് പറഞ്ഞ് വെയിറ്റ് ഇട്ടിരിക്കുവോ? ആരുടെ കൂടെ നായികയായിട്ട് അഭിനയിക്കണം എന്നാണ് ഇഷ്ടം? ദിലീപ്. ആണോ? റിംഗ് മാസ്റ്റർ ആണോ? ആണല്ലേ? ആഹാ. എന്നാ ഒരു പാട്ട് പാടിക്കേ. എനിക്ക് പാട്ടറിയില്ല. ഏതെങ്കിലും ഒരു പാട്ട് പാട്. അങ്കിളുടെ അമ്മയുടെ ഉണ്ടപ്പക്രൂട്ട് അച്ഛനാണോ? അതും പറയത്തില്ല, അതൊക്കെ സിനിമയിലെ പേരാ. വേറെ അങ്കിള് വേറെ സിനിമയിൽ ആക്ട് ചെയ്യുന്നുണ്ടോ? വേറെ സിനിമയിൽ ആക്ട് ചെയ്തിട്ടുണ്ടോന്നോ? വേറെ സിനിമയിലൊക്കെ ആക്ട് ചെയ്തിട്ടുണ്ട്. അങ്കിളുടെ വേറെ സിനിമകളൊന്നും കണ്ടിട്ടില്ലേ? മോള് കണ്ടിട്ടില്ലേ? ഞാൻ ചോദിക്കട്ടെ, മോള് കുക്ക് ചെയ്യാറൊക്കെ ഉണ്ടോ? മോള് ഈ കുട്ടിക്കലവറയിലേക്ക് വന്നില്ലേ? എന്ത് ചെയ്യാനാ വന്നേ? എന്തൊക്കെ അറിയാം കുക്ക് ചെയ്യാൻ? കുക്ക് ചെയ്യാൻ അറിയാതെയാണോ വന്ന്? അയ്യോ, ഇവിടെ വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഇനി ഈ പ്രോഗ്രാമിന്റെ ഏറ്റവും ക്രീമായിട്ടുള്ള എലമെന്റ് ആണ് കുക്കറി. ഇവരെന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നതെന്ന് ഒന്ന് കാണണം. കുട്ടിക്കലവറയിലെ മിടുക്കന്മാരും മിടുക്കികളും അവർക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കാൻ അറിയാവുന്നതെന്ന് പറഞ്ഞ ഡിഷ് ബുൾസയും ദോശയൊക്കെ ആയിരുന്നു. പക്ഷെ ആ ടാസ്ക് ഒക്കെ കഴിഞ്ഞു. ഇനി ടാസ്ക് കുറച്ചും കൂടെ അടുത്ത ഗ്രേഡിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ ടാസ്ക് അവർ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്ന് നമുക്ക് കാണാം. Good evening. Welcome to our new episode. ഷെഫ്, നമ്മുടെ കുട്ടീസിനുള്ള ഇന്നത്തെ ടാസ്ക് എന്താണ്? ഇന്നത്തെ ടാസ്ക് ഇച്ചിരി ഡിഫിക്കൽട്ട് ആണോ? ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. ഒരു നല്ല സാൻഡ്വിച്ച് ഉണ്ടാക്കണം. എനിക്ക് തോന്നുന്നു അവർക്ക് അത്രയും പാടുണ്ടാവില്ല. കാരണം ഞാൻ കേട്ടിരിക്കുന്നത് ഇവർക്ക് നല്ല സെലിബ്രിറ്റി മെന്റേഴ്സ് ഉണ്ട്. അപ്പൊ മെന്റേഴ്സ് എന്തെങ്കിലും പഠിപ്പിച്ചു തരുന്നുണ്ടോ? നിങ്ങളുടെ റൂമിലൊരു ചേച്ചിയില്ലേ? ഈ ചേച്ചിമാരൊന്നും പഠിപ്പിച്ചു തന്നിട്ടില്ല. അപ്പൊ ആർക്കൊക്കെയാണ്, ആരുടെ മെന്ററാണ് കൂടുതൽ പഠിപ്പിച്ചു തന്നിട്ടില്ലേ? അപ്പൊ അഭിനവനും അഭിനന്ദനും ആരാണ് മെന്റർ? നിഷ ചേച്ചി. അപ്പൊ നിഷ ചേച്ചി എന്തൊക്കെയാണ് പഠിപ്പിച്ചു തന്നിട്ടില്ലേ? ആണോ? ഓക്കെ. രൂപശ്രീ ആന്റി എന്താ പഠിപ്പിച്ചു തന്നിട്ടില്ലേ? ഡിസൈൻ ചെയ്യാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഡെക്കറേഷൻ എങ്ങനെയൊക്കെയാണ്? ഡെക്കറേഷൻ പഠിപ്പിച്ചിട്ടുണ്ട്.
അപ്പോൾ സാൻഡ്വിച്ചിനെ പറ്റിയുള്ള ബേസിക് ഐഡിയ ഒക്കെ രൂപശ്രീ ആൻറ്റി തന്നിട്ടുണ്ടോ? ഈ കുട്ടീസിൽ ആരെങ്കിലും ഗ്രൂമർ ഒന്നും പഠിപ്പിച്ച് തന്നല്ലേ? പേടിക്കണ്ട. ഷെഫ് ഇവിടെയുണ്ട്. നമുക്ക് എല്ലാവർക്കും ഷെഫിൻ്റെ കിച്ചണിലോട്ട് പോകാം. അവിടെ വെച്ചിട്ട് ഷെഫ് നല്ല ഗ്രൂമിങ് തരുന്നതായിരിക്കും. വേണോ? ഓക്കെ, നമുക്ക് ഇനി ടാസ്കിലേക്ക് കിടക്കാം. ഷെഫ് എന്താണ് ടാസ്ക് കൊടുത്തിരിക്കുന്നത്? ഒരു സാൻഡ്വിച്ചാ. സാൻഡ്വിച്ച് ക്യാൻ ബി എനി സ്റ്റഫിങ് ഇൻസൈഡ്. സ്റ്റഫിങ് ഇൻ ദ ഏത് വെജിറ്റബിൾ വേണോ അത് നമുക്ക് ഇടാം. ചീസ് ഉണ്ടോ? ചീസ് ആർക്ക് ചീസ് ഇഷ്ടമുണ്ടോ? ചീസ് നമുക്ക് ചീസ് ഇടാം. നമുക്ക് 2 ബ്രെഡ് ഇട്ടിട്ട് ഉണ്ടാക്കാം, 3 ബ്രെഡ് ഇട്ടിട്ട് ഉണ്ടാക്കാം. എന്തൊക്കെ വെജിറ്റബിളാണ് ഷെഫ് കൊടുത്തിട്ടുള്ളത്? കുക്കുംബർ, ടൊമാറ്റോ, കുക്കുംബർ ഉണ്ട്, ചീസ്, ടൊമാറ്റോ ആൻഡ് ചീസ്, ക്യാരറ്റ് ആൻഡ് അനിയൻ. ഓക്കെ, അപ്പോൾ 5 ഐറ്റമാണ് ഷെഫ് കൊടുത്തിട്ടുള്ളത് അല്ലേ? എക്സാക്ട്ലി. അപ്പോൾ നിങ്ങൾക്ക് എത്ര ടൈം ഉണ്ടെന്ന് അറിയാലോ? എത്ര? 1 മണിക്കൂറുണ്ട്. അപ്പോൾ 1 മണിക്കൂർ കൊണ്ട് ഒരു നല്ലൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കണം. എല്ലാവരും എക്യുപ്മെന്റ്സ് ഒക്കെ റെഡി ആയിരുന്നോളൂ. യുവർ ടൈം സ്റ്റാർട്ട് നൗ. ഇന്ന് എൻ്റെ ഭയങ്കര ഒരു ഫേവറേറ്റ് ഡിഷാണ് സാൻഡ്വിച്ചാണ്. അപ്പോൾ ഞങ്ങൾ മാക്സിമം ഭയങ്കര സ്പീഡിലുണ്ടാക്കും. എന്നിട്ട് ഷൂട്ട് കഴിഞ്ഞാൽ അടുത്ത് തിന്നും. അപ്പോൾ ഞങ്ങൾക്ക് പ്രൈസ് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. എനിക്ക് നല്ല വിഷമമുണ്ട്. എനിക്കിതുവരെ ഒരു പ്രൈസും കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ കരഞ്ഞത്. ഇത്തവണയെങ്കിലും ഞാൻ ഫസ്റ്റ് പ്രൈസ് മേടിച്ചിട്ടേ പോകൂ. കഴിഞ്ഞ പ്രാവശ്യം ദോശ ഉണ്ടാക്കുന്നതിൽ നമുക്ക് 2 പേർക്കും ഫസ്റ്റ് പ്രൈസ് കിട്ടി. ഈ പ്രാവശ്യവും നമ്മൾ തന്നെ കൊണ്ടുപോകും. ഇപ്രാവശ്യം നമ്മൾ തന്നെ സമ്മാനം മേടിക്കണം. ഞാൻ നിനക്കൊക്കെ തന്നേക്കാം. ഓ കൊളാക്കരുത്. നമ്മൾ സമ്മാനം മേടിച്ചില്ലെങ്കിൽ ഞാൻ തന്നെ കേട്ടാ. അത് മതി. ഇത് കുട്ടികളുടെ പ്രോഗ്രാമായിട്ട് തുടങ്ങിയിട്ട് ഇപ്പൊ മത്സരം ലീഡേഴ്സിലേക്കാണ് വളർന്നിരിക്കുന്നത്. എല്ലാവരും ഭയങ്കര ടെൻഷനിലാണ്. ആർക്ക് ഫസ്റ്റ് വാങ്ങി കൊടുക്കും, നമ്മുടെ കുട്ടികൾക്ക് തന്നെ ഫസ്റ്റ് വാങ്ങി കൊടുക്കും എന്നൊരു കോമ്പറ്റീഷൻ എല്ലാവരുടെയും മനസ്സിലുണ്ട്. എൻ്റെ മനസ്സിലുണ്ട്. എൻ്റെ കുട്ടികൾക്ക് എന്താണെങ്കിലും നെക്സ്റ്റ് ടാസ്കിൽ ഫസ്റ്റ് വാങ്ങി കൊടുക്കണമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ അവരെ മാക്സിമം ട്രെയിൻ ചെയ്യുന്നുണ്ട്. പുതിയ ഡിഷസ് പറഞ്ഞു കൊടുക്കുക, മാക്സിമം ടിപ്സ് കൊടുക്കുക. അങ്ങനെ കൊടുത്ത് നല്ല മത്സര ബുദ്ധിയിൽ അവരിങ്ങനെ വളർന്നു വരികയാണ്. എന്തായാലും നിങ്ങൾ തന്നെ വെയിറ്റ് ചെയ്ത് കാണുക. ജിയോ അതൊന്നും തിന്ന് തീർക്കല്ലേ, അത് നമുക്ക് ഉണ്ടാക്കാനുള്ളതാ. എന്നെ ഏകദേശം റെഡിയായി. ഇനിയും വേഗം റെഡിയാക്കിയ സമ്മാനം കിട്ടും. ഇനി എനിക്ക് സംസാരിക്കുന്ന നേരം വരെ എനിക്ക് വേഗം ചെയ്യണം. ഇനി ഒരുപാട് ടാസ്ക് ഉണ്ട് ഞങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്.
അതിനുവേണ്ടി മാക്സിമം ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ഇനി അടുത്ത ടാസ്കിലൊക്കെ ഞങ്ങൾക്ക് ജയിക്കാൻ പറ്റുമെന്ന് ഒരു വിശ്വാസമൊക്കെ ഉണ്ട്. എൻ്റെ പിള്ളേരത് നന്നായിട്ട് ചെയ്യുന്നതിന് ഉറച്ച വിശ്വാസമുണ്ട്. നന്നായിട്ട് മുന്നോട്ട് പോകും. എനിക്ക് വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. തൊട്ടാ ഞാൻ കാണിച്ചുതരാം. അയ്യോ നിന്നോട് നിന്നോട് പറഞ്ഞാലും മനസ്സിലാവത്തില്ലേ? ചേട്ടാ ഇതെങ്ങനെയാ ഉണ്ടാക്കിയേ? ഇത് ഞാൻ ആദ്യമായിട്ടാ ഉണ്ടാക്കിയേ. രോഹനും ഞാനും കൂടിയാണ് ചെയ്യുന്നത്. ആദ്യം റോഹനോടാണ് ചെയ്യാൻ പറഞ്ഞത്. റോഹന് പറ്റാണ്ട് വന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ചെയ്യാൻ തുടങ്ങി. ഞാനൊക്കെ ഡെക്കറേഷൻ ചെയ്ത് വെക്കുവാണ്. റോഹൻ അത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് മാറ്റി വെക്കും. ഞാനും റെനിയും നന്നായിട്ട് ഏകദേശം ചെയ്തിട്ടുണ്ട്. ഇനി അലങ്കാര പണിയും കൂടിയേ ഉള്ളൂ. അതിന് ഞങ്ങൾ ക്യാരറ്റൊക്കെ എടുത്തു തുടങ്ങി. അപ്പോൾ പ്രൈസ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം കഴിഞ്ഞ വർഷം ഞങ്ങൾ തോറ്റപ്പോൾ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ വിജയിക്കുന്നു പ്രതീക്ഷിക്കുന്നു. എന്നെ കണ്ടോ? അങ്കിളെ നിങ്ങൾക്കൊരു ബെഡ് തരുമോ? എന്തേ റെഡി ആവാറായോ? ആ റെഡി ആവാറൊക്കെ ആയി. അവിടെ ഷെഫിൽ നിന്ന് നോക്കുന്നുണ്ട്. ആ എനിക്ക് തോന്നുന്നു നമുക്കായിരിക്കും എന്ന് കിട്ടുന്നത്. ഇത്രയൊക്കെ ശരിയായില്ലേ? ഇവിടെ പങ്കെടുക്കാൻ പറ്റിയത് തന്നെ വലിയ കാര്യമാണ്. ഇവിടെ വന്നിട്ട് എത്ര ഫ്രണ്ട്സിനെയാണ് നമുക്ക് കിട്ടിയത്. ആ ശരിയാ, എൻ്റെ സ്കൂളിൽ കുറേ പിള്ളേർ ചോദിച്ചു. എൻ്റെ ഫ്രണ്ട്സും ചോദിച്ചു. നീ വെറുതെ നോക്കിക്കൊണ്ടിരിക്കുക. ഇതിന് അയ്യോ ഇവനെ കൊണ്ട് തോറ്റു. ചേട്ടാ എനിക്ക് ഒന്ന് കഴിക്കാൻ തരാ? ജഡ്ജ് വന്നിട്ട് നോക്കിയതിന് ശേഷം കഴിക്കാൻ തരാം. സാൻഡ്വിച്ചൊക്കെ ഇപ്പോൾ എല്ലാം ചെയ്ത് കഴിഞ്ഞു. ഡെക്കറേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞു. എല്ലാം ഓക്കെ ആയി. എൻ്റെ ക്ലാസ്സിലത്തെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു നമ്മളുടെ പ്രോഗ്രാമിൽ അവർക്കും ചേരണമെന്നുണ്ട് കുട്ടിക്കലവറ. നമ്മൾ ചെയ്തത് നല്ല രസമുണ്ടായിരുന്നു എന്നൊക്കെ അവർ പറഞ്ഞു. சொல்லி கொடுத்துருக்கேன் பசங்களுக்கு. ஸ்மார்ட்டாக இருக்கணும், அடுத்த டாஸ்கில் நம்ம வின் பண்ணணும். அந்த குட்டி பொண்ணு தான் ரொம்ப ஷை, பயப்படுறா. என்ன பண்ணலாமா பேசலாமா யோசிக்கிறா. அது அவகிட்டேருந்து வெளியில் வந்துட்டா, அதை விட்டுட்டு வெளியில் வந்துட்டா நிச்சயமாக எங்கள் டீம் பசங்கள்லாம் ஜெயிப்போம். രോഹൻ എന്താ ഉണ്ടാക്കുന്നത്? സാൻഡ്വിച്ചോ? സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ അറിയാമോ? എങ്ങനെ ഉണ്ടാക്കും? ബ്രെഡ്, ചീസ്, ടൊമാറ്റോ, ക്യാരറ്റ്, പിന്നെ ക്യാപ്സിക്കം അതൊക്കെ എല്ലാം മിക്സ് ചെയ്ത് നല്ലതായിട്ട് ശരിയാക്കി വെക്കണം. ബ്രെഡിന് അവിടെ ഹോട്ടലോ റെസ്റ്റോറൻറ്റ് പോയിട്ട് തിന്നിട്ടുണ്ടോ? അതെങ്ങനെ കിട്ടും? ഇതുപോലെയോ? പക്ഷേ രോഹൻ പോയിട്ട് ചോദിക്കുമോ എന്താ എങ്ങനെ വേണം, ഗ്രില്ലായിട്ട് വേണോ ടോസ്റ്റഡ് ആയിട്ട് വേണോ? ഒന്നും ചോദിക്കില്ല. എന്താ കിട്ടും എന്നാ തിന്നും ഇല്ലേ? നമ്മൾ കുറച്ച് കൂടുതൽ ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ബ്ലാക്ക് പെപ്പർ എല്ലാം പോവോ? അത് ജസ്റ്റ് ഫോർ ഗാർണിഷ്. ഗുഡ്, ബെസ്റ്റ് ഓഫ് ലക്ക്. എന്തായി സാൻഡ്വിച്ച് റെഡിയാണോ? എങ്ങനെ ഉണ്ടായിക്കൊണ്ടേ ഒന്ന് പറഞ്ഞാട്ടെ. എന്തൊക്കെയാണ് സ്റ്റഫ് ചെയ്തത്? അനിയനുണ്ട്, ക്യാരറ്റ്, നമ്മളെ ഫേവറേറ്റ് സാധനം മിസ്സായി പോയോ? ചീസ് ഉണ്ട്. വെരി ഗുഡ്. സോ ഇതെന്താണ്? ചീസ് ആൻഡ് വെജിറ്റബിൾ സാൻഡ്വിച്ച് അല്ലേ? ഇതിന് മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ടോ സാൻഡ്വിച്ച്? എവിടെ? വീട്ടിലുണ്ടാക്കിയിട്ടുണ്ടോ? ആരാ പഠിപ്പിച്ച് ഉണ്ടാക്കാൻ? ചേച്ചിയാ.
ചേച്ചിക്ക് അറിയാം സാൻഡ്വിച്ച് എല്ലാം ഉണ്ടാക്കാൻ? ചേച്ചി എങ്ങനെ ഉണ്ടാക്കി അവിടെ? ചേച്ചി അവിടെ സോസേജ് വെച്ചിട്ടോ? വെരി ഗുഡ്. ഒരു ഐഡിയ ഇല്ലാത്ത പിള്ളേരാണ്. പിന്നെ കൊച്ചു കുട്ടികളാകുമ്പോൾ നമുക്കറിയാലോ അവർ എത്ര ചെയ്യും. വീട്ടിലൊക്കെ ചെറിയ കുട്ടികളെ നമ്മൾ മാറ്റി നിർത്തുക ചെയ്യുക. ഇപ്പോൾ അമ്മയായിരിക്കും എല്ലാം ചെയ്തു കൊടുക്കുന്നത്. ശരി, ആ ഒരു കാര്യങ്ങളൊക്കെ മാറി വരേണ്ട ഒരു സമയമായി. കാരണം പിള്ളേർ കൊച്ചിലെ തന്നെ ഇൻഡിപെൻഡൻ്റ് ആവണം എന്നുള്ളത് ഒരു കാര്യം കൂടെ, ഒരു മെസ്സേജ് കൂടിയാണ് നമ്മുടെ ഈ കുട്ടിക്കലവറ. ഷെഫ് ഇത്തവണ കുറച്ച് ടൈറ്റ് ആണ്, അപ്പോൾ നമുക്ക് സാൻഡ്വിച്ച് ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് അനൗൺസ് ചെയ്യാം. ഓക്കെ ഷെഫ്. ഓക്കെ ഓക്കെ. ഷെഫ് ആൻറ്റോ ആൻഡ് ഷെഫ് അൽ സബിത്, ഞാൻ ഷെഫും കൂടി ഇത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകണം കേട്ടോ. ഇത് കഴിച്ചിട്ട് ഷെഫ് നമുക്ക് ഇന്ന് ഡിന്നർ വേണ്ടല്ലോ, അത്രയും ഹെവി സാൻഡ്വിച്ച് ആണ്. മതി നന്നായിട്ട് ഷെഫ്. കുറച്ച് ടൊമാറ്റോ സോസ് കൂടുതലാണ്, അപ്പോൾ അതുകൊണ്ട് കുറച്ച് സ്വീറ്റ് ടേസ്റ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ അടുത്തോണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളെ പാലറ്റിന് എന്താണ്, നമുക്ക് കുറച്ച് സോൾട്ട് വേണം അല്ലേ. ഹ്യൂമൻസ് കുറച്ച് സോൾട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ടേസ്റ്റ് ഫീൽ ചെയ്യൂ. അപ്പോൾ അടുത്തോണ്ട് എന്തുണ്ടാക്കുമ്പോൾ പാകത്തിന് സോൾട്ട് ഇടണം. ബ്ലാക്ക് പെപ്പർ ഇട്ടായിരുന്നോ? എന്താ ഇട്ടേ? പെപ്പറോ? ഇഷ്ടമായതല്ല. ഇനി നമ്മുടെ ഹോട്ടലിൽ ഒരു വേക്കൻസി ഉണ്ടെങ്കിൽ നമ്മൾ ദിയാനെ വിളിക്കും സാൻഡ്വിച്ച് മേക്കറായിട്ട്. തകർത്തു കേട്ടോ, നന്നായിട്ട്. ഡേ ബൈ ഡേ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി വെരി വെരി ടഫ്. Absolutely. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ കൊച്ചു ഷെഫുമാർ ഇത്രയും വണ്ടർഫുൾ ആയിട്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത്. ഐ വാസ് ഓൾസോ സർപ്രൈസ്. ഞാൻ ഒരു ടേബിളിൽ പോയിട്ട് നോക്കുമ്പോൾ എല്ലാം സ്വന്തമായിട്ട് ക്രിയേറ്റിവിറ്റി ഉണ്ട്. സാൻഡ്വിച്ച് അറിയാം, എത്ര ബ്രെഡ് യൂസ് ചെയ്യണം, എന്താ സ്റ്റഫിങ് ചെയ്യണം, എങ്ങനെ ഉണ്ടാക്കണം, എങ്ങനെ സ്ലൈസ് ചെയ്യണം, ഡയഗണൽ സ്ലൈസിംഗ് ഒക്കെ പെർഫെക്റ്റ് ആയിട്ട്. സോ ഞങ്ങൾ 3 ടീമിനെ ഇവിടത്തേക്ക് ഇൻവൈറ്റ് ചെയ്യും, എന്നിട്ട് ഞങ്ങൾ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യും. എഗ്രി ആണോ? ഓക്കെ. So, Evangel and Lesvin, please come. ഇത്തവണത്തെ ഈ കോമ്പറ്റീഷനിൽ നിങ്ങൾക്ക് 2 പേർക്കും കൂടെ കിട്ടിയിരിക്കുന്ന പ്രൈസ് തേർഡ് പ്രൈസ്. ഗ്രേറ്റ് ജോബ്. വെരി ഗുഡ് ജോബ്. താങ്ക് യു. We would like to call Rohan and Devananta. റോഹൻ ആൻഡ് ദേവനന്ദ എന്ത് പ്രൈസാണ് കിട്ടിയെന്ന് വല്ല ഐഡിയ ഉണ്ടോ? സെക്കൻഡ് ആണെന്ന് തോന്നുമല്ലേ. ഞങ്ങൾ കുറച്ചൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ടീമിനെ കൂടെ വിളിച്ചിട്ട് പിന്നെ പറയാം കേട്ടോ. ടെൻഷൻ ഉണ്ടോ? ദേവനന്ദയുടെ ഹാർട്ട് ബീറ്റ് എനിക്ക് ഇവിടെ കേൾക്കാം ഷെഫ്. ഓക്കെ. സോ വി വുഡ് ലൈക്ക് ടു കോൾ അമീൻ ആൻഡ് കൃഷ്ണദേവ്. ആർക്കാണ് ഫസ്റ്റ് എന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ആർക്കും ഗസ് ചെയ്യാൻ പറ്റുമോ ആരാ ഫസ്റ്റ്? എനിവേ, സെക്കൻഡ് പ്രൈസ് ഗോസ് ടു Rohan and Devananda. So obviously first prize goes to Amrin and Krishnadev. So congratulations, second place Rohan and Devananda. Good job. Congratulations. Good job. And എന്താണ് പറയാനുള്ളത് റോഹൻ? ഇപ്പം ഈ സമയത്ത് എന്താണ് പറയാനുള്ളത്? നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. വേറെ ഒന്നും പറയാനില്ല. ദേവനന്ദക്കോ? ഒന്നും പറയാനില്ല. ഹാപ്പി അല്ലേ? ഒരു സെക്കൻഡ് പ്രൈസ് കിട്ടിയിട്ട് സാൻഡ്വിച്ച് കോമ്പറ്റീഷനിൽ സെക്കൻഡ് പ്രൈസ് കിട്ടിയിട്ട് ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. ഓക്കെ, മൈക്ക് ആമിന് കൊടുത്തോളൂ. ആമിൻ എന്താ പറഞ്ഞത് കേൾക്കല്ലോ? ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു, ഒട്ടും വിചാരിച്ചില്ല. പിന്നെ ഒട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റോ സെക്കൻഡോ ഇത് ഒരു എപ്പിസോഡിലും കിട്ടിയിട്ടുണ്ടായില്ലായിരുന്നു. ആണോ? കിട്ടിയല്ലോ. കിട്ടിയില്ലേ? സോ ഗുഡ് ജോബ് ബൈ എവരിവൺ. സോ ഇന്നത്തെ സാൻഡ്വിച്ച് എപ്പിസോഡ് നമുക്ക്
തീർക്കുക. നന്നായിട്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കി കുട്ടികൾ. ഇറ്റ് വാസ് എ ടൈറ്റ് കോമ്പറ്റീഷൻ. ഗണേഷ്, And also, it was day by day the quality of കുട്ടി ഷെഫ്സ് ഇംപ്രൂവിങ്. കുട്ടി കലവറിൽ വേറൊരു പുതിയ ഡിഷുമായി കാണാം. ടിൽ ഗുഡ് നൈറ്റ്. അങ്കിളെ ഇതൊന്ന് എനിക്ക് വീട്ടിൽ പോകണ നേരത്തെ ഇതൊന്ന് തന്നെ വിടമാ. ഇതാണ് ഇവിടത്തെ കലപില കലവറ. ഇതല്ല കലവറ, ഞങ്ങൾ കലപില. കുസൃതി, കുറുമ്പ് ഇത് രണ്ടും കണ്ടുപിടിച്ചവരാണ് അരുന്ധതിയും ജിയോ ജോഷിയും. കോട്ടയത്തിന്റെ കുസൃതി തരങ്ങളുമായി എത്തിയ അരുന്ധതി പഠിക്കുന്നത് 2ാം ക്ലാസ്സിലാണെങ്കിലും വികൃതിയുടെ കാര്യത്തിൽ MA ഫസ്റ്റ് ക്ലാസ് ആണ്. ഭരണങ്ങാനത്തുകാരനും 3ാം ക്ലാസ്സുകാരനുമായ ജിയോ ജോഷി എത്തിയിരിക്കുന്നത് കുസൃതി തരങ്ങളുടെ കൂടും കുടുക്കയുമായിട്ട്. ഞങ്ങളൊക്കെ കണ്ട് ഇവരൊക്കെ ചിരിക്കുക, കാരണം ഞങ്ങൾ 3 പേരും ഏകദേശം ഒരുപോലെ ഇരിക്കണമെന്ന് പറഞ്ഞിട്ട്. അഭിനയ ചാരുത കൊണ്ട് ജനഹൃദയങ്ങളിൽ ഭാവാഭിനയത്തിന്റെ ചിത്രങ്ങൾ വരച്ചിട്ട ചാരുത. നമ്മുടെ ഈ കുറുമ്പുള്ള മഞ്ചാടി മണികളെ മുന്നോട്ട് നയിക്കാൻ രണ്ടും കൽപ്പിച്ചാണ് ചാരുത എത്തിയിരിക്കുന്നത്. ഇനിയിപ്പോ എന്തൊക്കെയാണ് കുട്ടിക്കലവറയിൽ കാണാൻ പോകുന്നതെന്ന് കണ്ടും കേട്ടും തന്നെ അറിയണം. ഇതാണ് കലപില കലവറ. ഞങ്ങള് കലപില അല്ല, കലപില കലവറയല്ല, കുട്ടിക്കലവറ. ഇന്ന് ഒരു ഇരയെ കിട്ടാൻ കാത്തിരുന്ന കുട്ടിച്ചാത്തന്മാർക്ക് മുന്നിലേക്ക് ചന്ദനമഴ പോലെ ഷാലു കുര്യൻ കടന്നു വന്നു. വലയ്ക്കുന്ന ചോദ്യങ്ങളുമായി കുസൃതി കുരുന്നുകളും ഉഷാറായി. പിന്നെ അങ്ങോട്ട് ഉരുള പോലെയുള്ള ചോദ്യങ്ങൾ, ഉപ്പേരു പോലെയുള്ള മറുപടികൾ. ഈ കുട്ടിക്കലവിലെ ഇങ്ങനെ മുന്നോട്ട്. ഇതുപോലത്തെയോ ഇത്രയും കുശുമ്പ് കാണിക്കൂല. ഇത്രയും കുശുമ്പ് കാണിച്ചാൽ എൻ്റെ അമ്മ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടും. അതുകൊണ്ട് ഇത്രയും കുശുമ്പ് കാണിക്കത്തില്ല, കുറച്ച് കുറവാ. എന്തോ ആ ചോദിക്ക്. കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കരുത്. ഒരാനയും 10 പന്നിയും. 10 കള്ളന്മാരും. അവരുടെ ഫ്രണ്ട് ഏതാ പറയാ? കള്ളന്മാരുടെ ഫ്രണ്ട് ആരാണെന്നോ പറഞ്ഞു. ഞാൻ പെട്ട് പുലിക്കൂട്ടത്തിലേക്കാണ് വന്നത്, മനസ്സിലായില്ല. ശരി, അപ്പൊ പന്നി തന്നെയാണ് ആൻസർ. ആഹാ, മൈക്കട്ടെ കഴിക്കണേ. ഒരാള് മാത്രമേ കൈയടിച്ചുള്ളൂ. അപ്പൊ താങ്ക് യു. ആഹാ, കൊള്ളാലോ. പുലിക്കൂട്ടത്തിനിടയ്ക്കാണ് ഞാൻ എന്നെ പെടുത്തിയതല്ലേ. കൊള്ളാം. ചേച്ചി എന്താ സാരി ഉടുക്കാത്ത? ഞാനോ? എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് ഉടുക്കാൻ അറിയത്തില്ല സാരി. അന്നോ ഒരു തരത്തിൽ അത് സാരി ഉടുത്തതുപോലെ തോന്നിയോ? അപ്പൊ മറ്റേ ചേച്ചി എന്താ പഠിച്ചില്ല? മറ്റേ ചേച്ചി എന്താ പഠിച്ചില്ല? അമൃത പഠിക്കാത്ത എന്താന്നോ? പഠിപ്പിച്ചില്ല. അതിനോളം ഞാൻ പഠിച്ചിട്ടുണ്ട്. ഞാൻ ഡിഗ്രി വരെ പഠിച്ചു. ചേച്ചി എത്ര ക്ലാസ്സിലാ? ഇപ്പോഴോ? ഇപ്പൊ ഇല്ല, ഞാൻ പഠിത്തം കഴിഞ്ഞു. ചേച്ചി പഠിച്ചു കഴിഞ്ഞതാ. അപ്പൊ ചേച്ചി അന്ന് എന്തൊരു സാരി ഉടുത്ത് ഇഷ്ടമല്ലാണ്ട്? സാരി ഇഷ്ടമില്ലാഞ്ഞിട്ട് ഉടുത്തതോ? അത് ഞങ്ങളുടെ ഡയറക്ടർ പറഞ്ഞു സാരി ഉടുത്തിട്ട് ആ സീനിൽ വരാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഉടുത്തു. ശരിക്കും എങ്ങനത്തെ ജീവിതം വേണമെന്ന് ആഗ്രഹിക്കുന്നു? എനിക്ക് എങ്ങനത്തെ ജീവിതം? സമാധാനമായിട്ടുള്ള ജീവിതം. എങ്ങനെ ജീവിച്ചാലും സമാധാനമായിട്ടുള്ള ജീവിതം. സീരിയലിൽ ചെയ്യുമ്പോ ഈ ശബ്ദം അല്ല വരുന്നതെന്നാണോ ഉദ്ദേശിച്ചത്? എന്റെ ദൈവമേ, ഈ ശബ്ദം അല്ല. അത് ടിവിയിൽ കാണുമ്പോഴോ? നിങ്ങളുടെ ടിവിയുടെ കുഴപ്പമാ. ഞാൻ ഇങ്ങനെ തന്നെ സംസാരിക്കുന്നത്. ആണ് നീ ഒച്ച മാറ്റി കസാരന്ന് വീഴരുത്. അപ്പൊ പുറകെ ഇരിക്കുന്ന ആളുടെ ദേഹത്ത് വീഴൂല്ലേ? കൊള്ളാലോ നീ. ആള് ചോദിക്കട്ടെ, ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാരാ അതിനകത്ത് ചന്ദനമഴയില്?
ഏറ്റവും ഇഷ്ടം അമൃതയാണ് ഇഷ്ടം. അത് ശരി, വർഷനെ മുന്നേ നിർത്തിയിട്ട് അമൃതേനെയാണ് ഇഷ്ടം അല്ലേ? കൊള്ളാം. വേറെ ആർക്കും വർഷനെ ഇഷ്ടമുള്ള എത്ര പേരുണ്ട് ഇവിടെ? എല്ലാവർക്കും ഇഷ്ടം. ശരി ശരി ശരി. അമൃത ചേച്ചിക്ക് ഇനി കുഞ്ഞുണ്ടാവോ? അമൃത ചേച്ചിക്ക് കുഞ്ഞുണ്ടാവുന്നോ? ആൻസർ പറഞ്ഞിട്ട് പോയാൽ മതി. ഞാൻ അത്രേ പോകുന്നുള്ളൂ. നിങ്ങൾക്കൊക്കെ ഞാൻ സമാധാനം പറഞ്ഞിട്ടേ പോകുന്നുള്ളൂ. സീരിയലായതുകൊണ്ട് ഒരു 5-6 വർഷം കഴിയുമ്പോഴത്തേനും കുഞ്ഞുണ്ടാവും. അത്രയും നാൾ കാണണേ. കാണാം. വട്ടം ചുറ്റിക്കുന്ന ചോദ്യങ്ങളും ഉത്തരം മുട്ടുന്ന കുസൃതികളുമായി നിറഞ്ഞു നിൽക്കുന്ന കുട്ടി പുലികളുടെ അടുത്തേക്ക് ഇതാ കടന്നു വരുന്നു രൂപശ്രീയും ചാരുതയും. ഇവരെ നോക്കി നോക്കിയിരുന്ന ഈ കുട്ടികളുടെ സംശയങ്ങൾ പിന്നീട് രൂപശ്രീയോടും ചാരുതയോടുമായി. ചെറിയ വായിലെ വലിയ ചോദ്യങ്ങൾക്ക് മുന്നിൽ പതറിയും കുതറിയും വിളറിയും നമ്മുടെ ഈ ജനപ്രിയ താരങ്ങൾ നട്ടം തിരിയുള്ളൂ. அப்போ இவன் கேட்ட கொஸ்டின் தான், என்ன மாதிரி மருமகள் அமிர்தா மாதிரி ஒரு மருமகள், ஏது மருமகள் மாதிரி இஷ்டன்றதுனால எல்லா மாமியார் அம்மாமாக்கு என்னன்னா அமிர்தா மாதிரி ஒரு ஹிந்தி அறியத்தில்ல 1 minute எந்த ஒரு மாமியாருக்கும் ஒரு மருமகள் வேணும். 1 minute ஹலோ, ஃபுல்லா ஆன்சர் சொன்னதுக்கு அப்புறமா தான் கொஸ்டின். ஓகே, ഞാൻ ആൻസർ പറഞ്ഞു കഴിയട്ടെ, എന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ. ഫസ്റ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ അവതരിക്കാൻ. അതാ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചു, അതിന് ആൻസർ പറയാണ്, അത് പറയാൻ അനുവദിക്കൂന്ന്. எந்த ஒரு மாமியாருக்கோ இந்த மாதிரி மருமகள் வேணும்னு ஆசைப்படுறது அமிர்தா மாதிரி. ஏன்னா என்ன சொன்னாலும் கேட்குற மாதிரி ஒரு மருமக வேணும்னால நீங்க கேட்ட क्वेश्चनக்கு அமிர்தா மாதிரி ஒரு மருமக வேணும். கலர் உங்களுக்கு பிடிச்ச கலர் எது? பச்சை, பிங்க். പിങ്ക്. എനിക്കും പിങ്ക് ആയിട്ടാ. ശരിക്കും സീരിയല് കാണുമ്പോ ഒരു വൈഫായിട്ടാ തോന്നുന്നത്. പക്ഷെ ഇപ്പൊ ഒരു കുട്ടി കുട്ടി ഹാപ്പി. ഓക്കെ, ചൊല്ലുമാ. ഒരു കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടിയാണ്. ഹാപ്പിയായി. ഇവന്മാരെ ഷൂട്ട് ചെയ്യാൻ പെട്ട പാടേ. അവിടെ നോക്കാൻ പറഞ്ഞു, കുറച്ച് ചെറുതാക്കി കട്ട് ചെയ്യടാ. അങ്കിളെ, എനിക്കൊരു ബെഡ് തരുമോ? 20 വികൃതിക്കുട്ടന്മാരെ നിയന്ത്രിക്കുക അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. പൂമ്പാറ്റകളെ പോലെ പാറി പാറി നടക്കുന്ന പ്രായം. ഇവിടെ വികൃതികൾക്ക് ഇടവേളകളില്ല. ഹലോ ഹലോ. ഞാൻ തിന്നത്തില്ല, അടിയുള്ളൂ. കണ്ണൊന്ന് തെറ്റിയ തമ്മിലിടി, കൂട്ടത്തല്ല്, കൂട്ടക്കരച്ചിൽ. പാചകത്തിന് നൽകുന്ന സാധനങ്ങളിൽ പകുതിയും പറ്റുമെങ്കിൽ ആദ്യമേ അകത്താക്കും. പാചകം കഴിഞ്ഞാലും ഇത് തന്നെ സ്ഥിതി. നമ്മുടെ ഈ കുട്ടി കൊതിയന്മാരുടെ അട്ടഹാസങ്ങൾ കണ്ട് കുട്ടി കലവറയും കുടുകുടാ ചിരിക്കാതിരിക്കുന്നത് എങ്ങനെയാ? പറയട്ടെ, പറഞ്ഞിട്ടായില്ല.
മഹാനവമിയുടെ അറിവിന്റെ അക്ഷരമധുരം പകർന്നിതാ കുട്ടിക്കലവറയും കൂട്ടുകാരും ഒന്നിച്ചൊരുമിച്ച് കുട്ടിക്കുരുന്നുകളുടെ വിസ്മയിപ്പിക്കുന്ന കൈപുണ്യ കാഴ്ചകളും ഭൂലോക വികൃതി തരങ്ങളുമായി കുട്ടിക്കലവറയുടെ അടുത്ത വാരം ഒരുങ്ങുന്നു. കൊതിയോടെ കാത്തിരിക്കുക, കൊതി തീരെ കണ്ടിരിക്കുക. നമുക്കെടുക്കാം ഒരു ചെറിയ ഇടവേള കുട്ടിക്കലവറയിൽ നിന്ന്. തക്കാളിയും കാന്താരിയും കറിയിൽ ചേർത്ത് നാവിൽ നിറച്ച് കുട്ടിക്കലവില.